വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനവും അനുബന്ധമായ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടെ നമ്മൾ പലപ്പോഴായി നിർവഹിക്കുന്നതാണ് എന്നതുകൊണ്ട് എന്നോടെന്ന പോലെ നിങ്ങളോടും ഇതിലുള്ള കാര്യങ്ങൾ പിന്തുടരണം എന്ന് വസിയത്ത് ചെയ്യുകയാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനത്തിൽ ചില ആളുകൾക്ക് ഈ 3 സംഗതികൾ അറിയേണ്ടത് അനിവാര്യമാണ്. ചില ആളുകൾ ആക്സിലേറ്ററിൽ മാത്രമേ കാല് വെക്കുള്ളൂ. ബ്രേക്ക് ഉണ്ടെന്ന് എത്ര പരിചയപ്പെടുത്തി കൊടുത്താലും ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടില്ല. ചില ആളുകൾ ബ്രേക്കുമെന്ന് കാലന്നെ എടുക്കൂല. അപ്പോൾ ആക്സിലേറ്ററും ബ്രേക്കും തഫ്സീറിൽ ആവശ്യമാണ് എന്നതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. വാഹനത്തിന് ട്രാഫിക് നിയമമില്ല. വാഹനമോടിക്കുന്ന ഡ്രൈവർക്കാണ് ട്രാഫിക് നിയമം വേണ്ടത്. വാഹനം അപകടം ഉണ്ടാകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, പക്ഷെ അത് ഓടിക്കുന്ന ആളാണ് ആ വാഹനത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരത്തിൽ മഹാഭൂരിപക്ഷവും ഡ്രൈവറെ ഫോക്കസ് ചെയ്താണ് വരിക. അഥവാ എന്നെ ഫോക്കസ് ചെയ്തായിരിക്കും, നമ്മളെ ഫോക്കസ് ചെയ്തായിരിക്കും സംസാരിക്കുന്നത്. ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹുവിനേക്കാൾ വലിയ യുക്തിബോധം അവൻ്റെ ആയത്തുകളിൽ നമുക്ക് ആവശ്യമില്ല. ചില ആളുകൾ ഈ ആയത്തതിനുള്ളതല്ലെങ്കിലും ശരി അള്ളാഹുവിനെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള ചില സംവിധാനങ്ങൾ മാറ്റി നിശ്ചയിക്കുന്നവരുണ്ട്. സക്കാത്തുമായി ബന്ധപ്പെടുത്തിയ വിഷയത്തിൽ ഇന്നതിന് ഇന്നതുപോലെയാണ് എന്നത് അള്ളാഹ് നിശ്ചയിച്ചൊരു ക്രമമാണ്. അനന്തരാവകാശം ഇന്നതുപോലെയാണെന്നുള്ളത് അള്ളാഹ് നിശ്ചയിച്ചൊരു ക്രമമാണ്. അവിടെ സാഹചര്യാനുസാരിയായി നമ്മുടെ യുക്തിബോധം കൊണ്ട് പടച്ചവൻ്റെ തീരുമാനങ്ങളെ നമ്മൾ കവർ ചെയ്യേണ്ടതില്ല. അത് നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ശരി, അള്ളാഹുവിനെ ദീൻ പഠിപ്പിക്കുക എന്നത് ഒരു വിഷയത്തിലുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ദീനിൻ്റെ കാര്യത്തിൽ നമുക്കത് പാടില്ല. പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം, നമ്മൾ അള്ളാഹു ആലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തഫ്സീർ വിശദീകരിച്ചതിന് തഫ്സീർ പറഞ്ഞതിന് ശേഷം അള്ളാഹു ആലം എന്ന് പറയും. അതിൻ്റെ അർത്ഥം സോറി എന്നല്ല. നമ്മൾ സാധാരണ അള്ളാഹു ആലം എന്ന് പറയുന്നത് സോറി എന്ന് പറയാനാണ്. പറയാനുള്ളിടത്തോളം പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു ആലം. അങ്ങനെ തഫ്സീറുകളിലൊന്നുമില്ല. വൈജ്ഞാനികമായ രംഗത്തുള്ള പരമസൂക്ഷ്മതയുടെയും തഖ്വയുടെയും അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു വാക്കാണ് തഫ്സീറുകളിലും ഇസ്ലാമിക വിശദീകരണങ്ങളിലും അള്ളാഹു ആലം എന്നുള്ളത്. പക്ഷെ നമ്മളത് ഉപയോഗിക്കാറുള്ളത് പലപ്പോഴും നമ്മളുടെ വിജ്ഞാനത്തെ ഒളിച്ചു കടത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മേമ്പൊടി ചേർക്കാനാണ് അള്ളാഹു ആലം എന്ന് പറയുന്നത്. അള്ളാഹു ആലമു ബിമാഫി അംഫുസിഹിം. ഇൽമുൽ ഖുർആൻ അല്ലെങ്കിൽ മുസ്തലഹു തഫാസീരിൽ ഖുർആൻ, ഈ വിഷയത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന ധാരാളം പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങൾ ഈ വിഷയസംബന്ധമായി 2 ആഴ്ച വിശദമായി ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കുറേ ഭാഗങ്ങൾ അന്വേഷിച്ചിരുന്നു, റഫർ ചെയ്തിരുന്നു. നമുക്കൊക്കെ പരിചയമുള്ള ഒന്നാണ് സർക്കഷിയുടെ അൽ ബുർഹാൻ ഫി ഉലൂമിൽ ഖുർആൻ, സുയൂത്തിയുടെ അൽ ഇത്ഖാൻ, അതേപോലെ തന്നെ ആധുനികനായിട്ടുള്ള സഈദ് അൽ മഅറൂഫ് ഇബ്നു അഖീല അൽ മക്കി അസിയാദ വൽ ഇഹ്സാൻ ഫി ഉലൂമിൽ ഖുർആൻ, അഷൈഖ് ഖംഹാവിയുടെ അൽ ഈജാസ് വൽ ബയാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്നത്. പ്രധാനമായും ഈ 4 പുസ്തകങ്ങളെ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളെ അതിൻ്റെ ആശയതലങ്ങളിൽ ഇരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തഫ്സീറുകൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ തഫ്സീർ ബിൽ മഅ്സൂർ, ബഹുമാനനായ ജമാലുദ്ദീൻ ഫറൂഖിയുടെ മിക്ക ഭാഗങ്ങളും, അതിൻ്റെ ഏതാണ്ട് 70% ഈ തലങ്ങളിൽ വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. രണ്ടാമത്തതാണ് തഫ്സീർ ബിർ റഅയ്. റഅയ്
എൻ്റെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാനല്ല, പക്ഷേ കണ്ടംപററിയായി നിലവിൽ ഉള്ള സാഹചര്യാനുസാരിയായി ഖുർആനിക ആയത്തുകളെ പ്രമാണബന്ധിതമായി വിശകലന വിധേയമാക്കുക എന്നർത്ഥം. ചിലത് ഒഴിവാക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് കണ്ടംപററി കോണ്ടെക്സ്റ്റൽ തഫ്സീർ, അതിൻ്റെ മെത്തഡോളജിക്കൽ കൺസെപ്റ്റ്, സമകാല സമയത്തുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവുമായി വിശുദ്ധ ഖുർആനിനെ എങ്ങനെ നമുക്കതിനെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും തഫ്സീർ ചെയ്യാനും കഴിയും എന്നതുമായി ബന്ധപ്പെടുത്തിയ ചില ആലോചനകളാണ് പണ്ഡിതന്മാർ എന്ന നിലയ്ക്ക് ഇത് അവസാന വാക്കല്ല, വളരെ സംക്ഷിപ്തമായി മാത്രം സൂചിപ്പിക്കുകയാണ്. ഒന്ന്, നാം കൈകാര്യം ചെയ്യുന്നത് ഖുർആനാണ്, അഥവാ അതൊരു ടെക്സ്റ്റാണ്. മുഅ്തസിലിയിലേക്ക് ഹൽക്ക് വാദം അങ്ങോട്ടൊന്നും പോകണ്ട, അതൊരു ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിട്ടൺ ടെക്സ്റ്റാണ്, എഴുതപ്പെട്ട ടെക്സ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ വാക്ക് പ്രസക്തമാണ്, ആശയം പ്രസക്തമാണ്, കോർവ പ്രസക്തമാണ്, ഘടന പ്രസക്തമാണ്, ആശയം പ്രസക്തമാണ്, ധ്വനി പ്രസക്തമാണ്, പൊരുൾ പ്രസക്തമാണ്. അനുബന്ധമായി ഇനിയും ചേർക്കാം. ഇതൊക്കെ ഇതിനകത്ത് കിടക്കണം. അങ്ങനെ ഉള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം അതിൻ്റെ വിശകലനം ചെയ്യേണ്ടത്. ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ഐഡിയ, കൺസെപ്റ്റ്. അതോടൊപ്പം തന്നെ നാം ഇത് കൈകാര്യം ചെയ്യുന്നത് വൽ ഖമറ ഖദ്ദർനാഹു മനാസില എന്ന് പറയുമ്പോൾ ഖമറിൻ്റെ ചിത്രം പോലും നബിയുടെ കയ്യിലില്ല. അതൊരു ഖമർ എന്നൊരു പദം മാത്രമാണ്. ഇന്നങ്ങനെയല്ല. അപ്പോൾ സ്വാഭാവികമായും ഡിഫറൻറ്റ് ആർട്സ് ഓഫ് സയൻസ് നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ്, വ്യത്യസ്ത വൈജ്ഞാനിക ശാഖകൾ നിലനിൽക്കുന്നൊരു സമയത്താണ് ഈ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിനെ, ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന സമയത്തുണ്ടാകേണ്ട ഒരു ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ചുണ്ട്. ഒരു മനുഷ്യനെ പഴമയിലേക്ക് കൊണ്ടുപോകാനല്ല ഖുർആൻ ഉപയോഗിക്കേണ്ടത്, ഒരു മനുഷ്യനെ പുതുമയിലേക്ക് കൊണ്ടുപോകാനാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉപയോഗിക്കുക എന്ന മർമ്മം അവിടെ കിടക്കണം. സനുരിയഹും എന്ന് പറയുന്ന ആയത്തിൻ്റെ താല്പര്യത്തിൽ ഫ്യൂച്ചറിക് അപ്രോച്ച് എല്ലാ തലത്തിലും വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്നുണ്ട്. അർത്ഥമൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. പ്യൂരിറ്റി ഓഫ് മാൻകൈൻഡ്, ഇത് മർമ്മപ്രധാനമാണ്. ഇവിടെ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗം, നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തഫ്സീർ ചെയ്യുന്നത് അറബിയിലുള്ള ദൈവികമായ ടെക്സ്റ്റിനെ മലയാളമാകുന്ന പ്രാദേശിക ഭാഷയിലേക്കാണ്. വലിയ പ്രശ്നങ്ങൾ ഈ സമയത്ത് നമുക്ക് അനുഭവപ്പെടേണ്ടി വരും. ഇപ്പോൾ ആമിന വദൂദ് തഫ്സീർ ചെയ്യുന്ന സമയത്ത് ഖലീഫ എന്ന പദത്തിന് കൊടുത്ത അർത്ഥം ഊരാളൻ എന്നാണ്. എൻ്റെ അർത്ഥം മനസ്സിലായ ആൾക്കാരൊന്ന് കയ്യൊന്തിക്കുമോ? ഊരാളൻ എനിക്ക് മനസ്സിലായില്ല. മലയാളത്തിലെ ഡിഗ്രിയൊക്കെ കരസ്ഥമാക്കിയ KP സക്കരിയ പോലെ എനിക്ക് മനസ്സിലായോ? ഓക്കെ, ഊരാളെന്നതിന് അർത്ഥമുണ്ട്. ഊരാളെങ്കിലുണ്ടാവും. അത് 2 ദിവസം കഴിഞ്ഞാൽ നാളെ മറ്റന്നാ തീരുമാനമാവും. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചില പദങ്ങൾ, ഇപ്പോൾ ലാ എന്ന പദത്തിന് അർത്ഥം നമ്മളെന്താ കൊടുക്കുക? ലാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹറാമ്, മക്റൂഹ്, ജായിസ്, നഹിയ്, ഇങ്ങനെയുള്ള കുറേ പദങ്ങളുണ്ട്. ടെക്നിക്കൽ ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട് വിധി പ്രസ്താവവുമായി ബന്ധപ്പെടുത്തിയ. അവിടെയൊക്കെ പദങ്ങളിൽ നമ്മൾ പലപ്പോഴും അർത്ഥം കൊടുക്കുമ്പോൾ അപകടകരമായ തരത്തിലേക്ക് പോകും. പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിലേത് പാടില്ല അത് കിടക്കണത്? ഹറാമിലാണോ, നഹിയിലാണോ, ലാമിലാണോ, മക്റൂഹിലാണോ, ഏതിലാണ് കിടക്കണ ഈ പാടില്ല? അപ്പോൾ അത് ഒരു ഔചിത്യബോധം ആവശ്യമുള്ളതും എന്നാൽ സെൻസ് ചോരാതെ പറഞ്ഞു കൊടുക്കേണ്ടതുമാണ്. ബഹുമാനനായൊരു പണ്ഡിതനോട് സ്ത്രീധനത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല, അത് അനഭിലഷണീയമാണെന്നാണ്. കേട്ടാൾക്ക് മനസ്സിലായത് കുഴപ്പമില്ല എന്നാണ്, വർജിക്കണ മാതിരി തോന്നിയതാണ്. അപ്പോൾ അനഭിലഷണീയമാണ്, ഇപ്പം അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നിടത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ട്രാൻസ്ലിറ്ററേഷൻ, ആശയത്തെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും.
അപ്പം അതിൻ്റെ പല പ്രശ്നങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമുഖീകരിക്കേണ്ട ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ അടിപൊളി തല്ലിപ്പൊളി, അടിയും തല്ലും ഒന്നാണ്, പക്ഷെ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ധ്വനിയും ആശയ. അപ്പോൾ ഇവിടെ തഫ്സീർ ചെയ്യുന്നത് ഡിവൈൻ അറബിക് ടെക്സ്റ്റിൽ നിന്ന് മലയാളമാകുന്ന ഒന്നിലേക്കാണ്. ചെന്തമിഴ് കഴിഞ്ഞ് എഴുത്തച്ഛനിലൂടെ കൈകാര്യം ചെയ്തു വന്ന മലയാളത്തിലേക്കാണ് ഈ തഫ്സീർ ചെയ്യുന്നത്. അപ്പോൾ വളരെ കൂർമ്മ ബുദ്ധി ആവശ്യമുള്ള ഒന്നാണ് കണ്ടംപററി ആയിട്ടുള്ള സമകാലത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്നത്. വഹ്കിമത്ത് ആയാത്തുഹു സുമ്മ ഫുസ്സിലത്ത്. ഈ വഹ്കിമ ഫുസ്സില എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ, വഹ്കിമ എന്ന് പറഞ്ഞാൽ ജ്ഞാനഭദ്രതയുള്ളത് എന്നാണ്. വഹ്കിമത്ത് ആയാത്തുഹു അതിനെയാണ് തഫ്സീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ തഫ്സീറിൽ തന്നെയും ഒയറദി ഐവജിൻ ഇതുണ്ടാകണം. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്നത് അഖ്വമായിരിക്കണം. കാരണം ഖുർആൻ അഖ്വമാണ്. അഖ്വമല്ലാത്തൊരു തരത്തിലേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ഫ്യൂച്ചറിസ്റ്റിക് ആകണം. ആളെ പിറകോട്ട് കൊണ്ടുപോകാനാകരുത്. നമ്മുടെ മുജാഹിദ് സംഘടനയിലെ ചില ആളുകൾ വലിയ തരത്തിലുള്ള പരിഷ്കരണം നടത്തിയിട്ട് ആൾക്കാരെ ബാക്കോട്ടാണ് കൊണ്ടുപോകണേ. അപ്പോൾ ഈ അഖ്വമായ ഏറ്റവും ചൊവ്വായ ഒരു തലത്തിലേക്കുള്ള ഖുർആനികമായ ഭാഗമാണ് ഉണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ തിബിയാനൻ ലിക്കുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മത്തൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ, പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായൊരു പദപ്രയോഗമാണ് തിബിയാനൻ എന്നത്. സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗം, ഹദീസിൻ്റെ പരാമർശങ്ങൾ നമ്മുടെ ചില ആളുകൾക്ക് രണ്ടാം തരമാണ്. ഹദീസ് രണ്ടാം തരമല്ല, രണ്ടാം പ്രമാണമാണ്. അത് ഹദീസിലല്ലേ എന്ന് പറയുന്ന ഒരു തലമുണ്ട്. പൂർവിക പാഠങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നത് തെളിവ് സഹിതമാകണം. തഖ്ലീദ് ആവശ്യമില്ല, പക്ഷെ തള്ളിക്കളയുമ്പോൾ നമ്മുടെ കയ്യിൽ അതിനുള്ള തെളിവുണ്ടായിരിക്കണം. മസാലിഹുൽ മുർസല, പൊതു നന്മ, വിശുദ്ധ ഖുർആൻ കൂടി ഉദ്ദേശിക്കുന്ന ചില പൊതു നന്മകളെ ശ്രദ്ധിക്കാൻ കഴിയണം. നിലവിലുള്ള സാഹചര്യത്തെ പരിഗണിക്കാൻ സാധ്യമാകണം. മിനിമം നമുക്ക് തഫ്സീറുകളുടെ മുഖദ്ദിമയിൽ ഈ വിഷയത്തെ ദീർഘമായി പരാമർശിക്കുന്നുണ്ട്. ഖുർത്തുബിയുടെ മുഖദ്ദിമയിൽ വളരെ വിശദമായി ഇതുമായി ബന്ധപ്പെടുത്തിയതുണ്ട്. തഫ്സീറുൽ മുനീർ ആധുനിക തഫ്സീറാണ്. തഫ്സീറുൽ മുനീർ വായിച്ച ആളുകളായിരിക്കും മഹാഭൂരിപക്ഷം, അല്ലേ? കണ്ടിട്ടില്ലേ? അൽ ഇജ്തിഹാദ്, യൂസുഫ് അൽ ഖർലാവിയുടെ ഇജ്തിഹാദ് എന്ന് പറയുന്ന വളരെ ബൃഹത്തായൊരു പുസ്തകമുണ്ട്. അതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ അവൈലബിൾ ആണ്. അതും ഗവേഷണാത്മകമായ എങ്ങനെ സമീപിക്കണം എന്നതിൻ്റെ ഒരു മാർഗരേഖയായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കൂട്ടത്തിൽ എന്നോട് അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാതേര് തുടങ്ങണുള്ളൂ. വിശുദ്ധ ഖുർആനിലെ ഒട്ടേറെ സയൻസുകൾ നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയും. നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ സംസാരിക്കുന്ന സമയത്ത്, നേരത്തെ ബഹുമാനിയായ സനിയ ടീച്ചർ സംസാരിച്ചു. ആ സനിയ ടീച്ചറുടെ സംസാരം വളരെ ഗഹനമുള്ള ഒരു സംസാരമാണ്. എന്തുകൊണ്ട് ഖുർആൻ അവിടെ അത് ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകണമെങ്കിൽ അനാട്ടമി ഓഫ് റൈറ്റിംഗ് കിട്ടണം. എന്നാൽ ശരീരശാസ്ത്ര സംബന്ധമായ ചില കാര്യങ്ങൾ കൂടി അതിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോഴാണ് യമീൻ എന്ന് പറയുന്നതിൻ്റെ ആശയം എവിടേക്ക് കണക്ട് ചെയ്യണം എന്ന് മനസ്സിലാവുക. അപ്പോൾ വിശുദ്ധ ഖുർആനിലുള്ള ധാരാളക്കണക്കിന് വിജ്ഞാനമുണ്ട്. അതിൻ്റെ അഗാധതയിലേക്ക് പോകേണ്ടതില്ല. ടിപിയൻ റാഫിയെ പോലെയുള്ള അഗാധ തലങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. പക്ഷെ മിനിമം ഒരു കാര്യം, സൂര്യനാണോ ചന്ദ്രനാണോ ഭൂമിയാണോ ഏതാണ് കറങ്ങണമെന്നെങ്കിലും മനസ്സിലാവണമല്ലോ, അല്ലെങ്കിൽ എല്ലാം കൂടെ കറങ്ങുന്നുണ്ടോയെന്നെങ്കിലും ഗ്രഹിക്കണം. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വൈജ്ഞാനിക ശാഖകളെ സംബന്ധിച്ചുള്ള സാമാന്യ അറിവ് അനിവാര്യമാണ്. ഈ സർക്കഷിയുടെ അൽ ബുർഹാൻ ഫി ഉലൂമുൽ ഖുർആനിൽ അദ്ദേഹം വാജിബാണ് എന്ന് പറഞ്ഞൊരു കാര്യം വിശുദ്ധ ഖുർആനിലെ വൈജ്ഞാനിക ശാഖകളെ സംബന്ധിച്ചുള്ള അറിവ് തഫ്സീർ ചെയ്യുന്നതിന് വാജിബാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ബസീറത്തില്ലാത്ത വ്യാഖ്യാനം നൽകി അവസാനം അല്ലാഹു അഅലം പറയരുത്. വൈജ്ഞാനികമായ ഉൾക്കാഴ്ചയില്ലാതെ വിശദീകരണം കൊടുത്ത് അല്ലാഹു അഅലം എന്ന് പറയരുത്. വിശദീകരണം നിർവഹിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിൻ്റെ മൗലികമായ ലക്ഷ്യങ്ങൾ അടിസ്ഥാനപരമായി ഉൾക്കൊള്ളണം. ബഹുമാനനായ ജമാലുദ്ദീൻ ഫാറൂഖി ആ വിഷയത്തിലേക്ക് ചില ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഖുർആൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകേണ്ട മൗലിക പ്രധാനമായ ചില ഭാഗങ്ങൾ തഫ്സീറിൽ ഉൾക്കൊള്ളണം. ഹിദായത്ത്, തസ്കിയത്ത്, ഇഹ്സാന്, തദബ്ബുർ, ഇത്മിഇനാന്, ഫുർഖാന്,
ഈ ഭാഗങ്ങൾ മൗലിക പ്രധാനമായിട്ടുള്ളതാണ്. ആ മൗലിക പ്രധാനമായ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം വ്യാഖ്യാനങ്ങൾ വരേണ്ടത്. പുതിയത് പറയുമ്പോഴാണ് പണ്ഡിതനാകുന്നത് എന്നത് തെറ്റായൊരു പ്രവണതയാണ്. പഴയത് പറഞ്ഞാലും പണ്ഡിതനാവും. പക്ഷേ പഴമയോടുകൂടി പറയേണ്ട, പുതുമയോടുകൂടി പഴയതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം. നവസമൂഹത്തിന് ഖുർആൻ പരിഹാരമാകണം. പുതിയത് പറഞ്ഞ് പ്രശ്നം വരരുത്, എന്നാൽ അത് പരിഹാരം ഉണ്ടാക്കാനും കഴിയണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വ്യാഖ്യാനങ്ങളിൽ മൗലിക പ്രധാനമായി വരേണ്ട ഒന്ന് മഖാസിദു ശരീഅ. നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം. അൽ മുവാഫഖാത്ത് ഫി ഉസൂലി ശരീഅ എന്ന് പറയുന്ന ഇസ്ഹാഖ് അശാത്തബിയുടെ പുസ്തകം, അത് വളരെ ഗഹനമായി മഖാസിദു ശരീഅയെ തഫ്സീറുമായി കണക്ട് ചെയ്ത് ചർച്ച ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ്, ഗ്രന്ഥമാണ്, കിതാബാണ്. ആ കിതാബിൻ്റെ ഈ ഭാഗമെങ്കിലും പണ്ഡിതന്മാർ എന്ന നിലക്ക് ഞാൻ ഉൾപ്പെടെ വായിക്കേണ്ടതാണ്. മഖാസിദു ശരീഅ എന്ന് പറയുന്നത് ഉസൂലുൽ ഫിഖ്ഹിൻ്റെയും ഖുർആനിൻ്റെയും ഒരു ജുസ് ആയി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ മഖാസിദു ശരീഅയിലേക്ക് നമ്മുടെ തഫ്സീറുകളുടെ ആത്മാവിനെ കണക്ട് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് മഖാസിദു ശരീഅയിലെ ഹിഫ്ളുദ്ദീൻ, ഹിഫ്ളുൻ നഫ്സ്, ഹിഫ്ളുൽ അഖ്ൽ, ഹിഫ്ളുൻ നസ്ൽ, ഹിഫ്ളുൽ മാൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 5 സ്തംഭങ്ങൾ. ഈ മഖാസിദു ശരീഅ നിർബന്ധമായും നമ്മൾ ഗഹനമായി പഠിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അടുത്ത ഭാഗം ശ്രദ്ധിക്കേണ്ട ഒന്ന് ഇൽമുൽ മുനാസബാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഘടനാസാകല്യമുണ്ട്. ബഹുമാനനായ ജമാലുദ്ദീൻ ഫാറൂഖി ഇത് പറഞ്ഞു. നാസഖ് മൻസൂഹ് വരുന്ന, ഖാസ് ആമ് വരുന്ന ചില പദങ്ങൾ ഇങ്ങനെയുള്ള പരസ്പര ബന്ധിതമായി കിടക്കുന്ന ചില ഭാഗങ്ങൾ, വലാ തഖറബു എന്ന് പറയുന്നിടത്തിൻ്റെ ഖറുബയും, ഇങ്ങനെ ഇതൊക്കെ പരസ്പര ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പല ആശയങ്ങളുമുണ്ട്. അപ്പോൾ ആ ആശയങ്ങൾ തഫ്സീറുൽ കബീറിൻ്റെയും അതേപോലെ തന്നെ ബൈളാവിയുടെയും റൂഹുൽ മആനിയുടെയും അതേപോലെ തന്നെ ഇമാം സുയൂത്തിയുടെ തനാസുഖുദ്ദുററിലും ഈ ഇൽമുൽ മുനാസബാത്ത് തഫ്സീറുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രത്യേകം ചാപ്റ്റർ കൊടുത്ത് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൽമുൽ മുനാസബ ഇമാം സമഖ്ശരി പറയുന്നത് അത്തൻസീലു അലൽ വാഖിഅ, സമകാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു വേദഗ്രന്ഥം എന്ന നിലയ്ക്ക് ബോധ്യപ്പെടുത്തി അവതരിപ്പിക്കുന്നതിന് ഇൽമുൽ മുനാസബാത്ത് നിർബന്ധമായി മനസ്സിലാക്കണം എന്നതാണ്. അപ്പോൾ ഒരു വിഷയത്തെ അത് എങ്ങനെയാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന ആ ഭാഗം ഇപ്പുറത്ത് നമ്മൾ ജീവിക്കുന്ന മുനാസബയിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള ജ്ഞാനഭാഗമാണ് ഇൽമുൽ മുനാസബ. അതിന് ഏറ്റവും പ്രധാനമായി നമ്മൾ ഗ്രഹിക്കേണ്ടത് നിലവിലുള്ള ലോക സാഹചര്യത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകണം. നോളജ്, അതേപോലെ തന്നെ ക്രിറ്റിസിസം, ഇസ്ലാമോഫോബിയ, എക്സ് മുസ്ലിം ഇഷ്യൂസ്, ഫേക്ക് ന്യൂസ് ധാരാളമായി സംഭവിക്കുന്ന ഒരു ഏരിയയാണ്. ഫൈനാൻസ്, കോർപ്പറേഷൻ, ഫെമിനിസ്റ്റിക് റീഡിങ്, ഇങ്ങനെയുള്ള ലോകത്തിലെ വിവിധ തലങ്ങളെ ഇരുന്നു കൊണ്ട് അവിടെ എവിടെയൊക്കെയാണ് ലോകം പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനയിൽ വിശുദ്ധ ഖുർആൻ അഖ്വമാണ് എന്ന് ബോധ്യപ്പെടുത്താവുന്നതിന് അനിവാര്യമാണ് ഇൽമുൽ മുനാസബാത്ത് എന്ന് പറയുന്നത്. അഥവാ മഖാസിദു ശരീഅ, ഇൽമുൽ മുനാസബ, ഫിഖ്ഹുൽ വാഖിഅ, ഈ ഭാഗങ്ങൾ ഉൾക്കൊള്ളുകയും വിശുദ്ധ ഖുർആനിൻ്റെ ഊന്നലുകളായ പ്രപഞ്ചം, സൃഷ്ടി, അതിൽ മനുഷ്യൻ, ജീവൻ, ജീവിതം, ഈ ഭാഗങ്ങളിലേക്ക് ഖുർആനിക ആശയങ്ങളെ തഫ്സീറിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യണം. ഒറ്റ ഉദാഹരണം പറയാം. വൽ അർള വളഅഹാ ലിൽ അനാം, വൽ അർള വളഅഹാ ലിൽ അനാം. ഇപ്പോൾ ഡെവലപ്മെൻറ്റ്, എക്കോളജി ആൻഡ് ലൈഫ്, ഡോക്ടർ യഹ്യ ഖാൻ്റെ ഈ വിഷയ സംബന്ധമായിട്ടുള്ള ലേഖനം ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഞാൻ കുറേ മുമ്പ് വായിച്ചതാണ്. പുതിയ കാലത്തെ ഡെവലപ്മെൻറ്റ്, ആ ഡെവലപ്മെൻറ്റിനെയും പരിസ്ഥിതിയിലുള്ള ചില വിഷയങ്ങളെയും എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? മസ്ജിദുൽ ഹറാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പാറ പൊട്ടിക്കാമോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, എൻ്റെ പിന്നാലെ ഒന്നും കൂടണ്ട. എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഈ ഡെവലപ്മെൻറ്റ്, ഇക്കോളജി, മനുഷ്യൻ്റെ ലൈഫ്, ഇവിടെ ഇരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അടിസ്ഥാനപരമായ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, വൽ അർള വളഅഹാ ലിൽ അലാം വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, ഈ ആയത്തുകളെ നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം, ബേസ് ചെയ്യേണ്ട ഒന്ന് SDGs ആണ്. എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിലെ പരിസ്ഥിതി ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിർവഹിക്കപ്പെട്ടിട്ടുള്ള കോഡ് ആൻഡ് കോണ്ടാക്റ്റുകളുണ്ട്, ഡു ആൻഡ് ഡോണ്ടുകളുണ്ട്. ആ ഡു ആൻഡ് ഡോണ്ടുകളിൽ ഇരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ആശയത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയാൻ കഴിയണം.
അങ്ങനെ പറയുമ്പോൾ അതിലേറ്റവും നല്ലൊരു പഠനമാണ് അൽ മീസാൻ എന്ന് പറയുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കുക, വിശദമായി പറയാൻ സമയമില്ല. അൽ മീസാൻ ഈ രംഗത്ത് നിർവഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ISMൻ്റെ നേതൃത്വത്തിൽ ആ വിഷയത്തിലുള്ള ഒരു ഭാഗം, അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഷബാബിലെ ഒരു ഭാഗത്ത് വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒന്നും വിശുദ്ധ ഖുർആനിൻ്റെ ഇക്കോളജിയും ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളും കണക്റ്റ് ചെയ്തുകൊണ്ട് വൽ അർള വദഅഹാ ലിൽ അനാം എന്നത് കണ്ടംപററി തഫ്സീർ എന്ന നിലക്ക് അവതരിപ്പിച്ചാൽ അതിൻ്റേതായ ഒരു ഗുണം കിട്ടും. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട അടുത്ത ഭാഗമാണ് അൽ വുജൂഹു വൻ നളായിർ എന്ന് പറയുന്നത്. ഭാഷാപ്രയോഗങ്ങളുമായി അല്ലെങ്കിൽ ഭാഷാ അവസ്ഥകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ വിഷയം വരുന്നത്. ഉദാഹരണമായി അല്ലദീന യദുന്നൂന എന്നുള്ളതിന് അർത്ഥം എന്താ? ലന്ന എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തോന്നലും വിചാരമാണ്. ഇവിടെ എന്താ അർത്ഥം? അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം എന്ന് പറഞ്ഞാൽ തോന്നലല്ലല്ലോ, കൃത്യമായ ഉറപ്പാണ് അല്ലേ? അപ്പം ഇങ്ങനെ ഇതാണ് വുജൂഹുൻ നളായിർ എന്ന് പറയുന്നൊരു ഭാഗം. ഭാഷാപരമായ അതിൻ്റെ വ്യത്യാസങ്ങൾ ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് സൗജ് മർഅ എന്ന് പറയുന്നത്. സൗജത്തും മർഅത്തും. സൗജത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഇണ എന്ന് പറയുന്നതിനാണ് സൗജത്ത് എന്ന് പറയുന്നത്. മർഅത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഇണയല്ല, എന്നാൽ ഭാര്യയാണ്. അതാണ് ഭാഷാപരമായി അതിൻ്റെ വുജൂഹുൻ നളായിർ എന്ന് പറയും. വക്കാനത്ത് ഇംറഅത്തി, വിശുദ്ധ ഖുർആൻ വളരെ അത്ഭുതം തോന്നി അവതരിപ്പിച്ചൊരു ഭാഗമുണ്ട്. വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും സൗജ് പറഞ്ഞിട്ടില്ല. ഇംറഅത്തു ഫിർഔന്, ഇംറഅത്തു നൂഹ്, ഇംറഅത്തു ലൂത്ത്, ഇംറഅത്തു അബൂലഹബ്, ഇവിടെയൊക്കെ ഇംറഅത്താണ്, സൗജത്തില്ല. എന്നാൽ വക്കാനത്ത് ഇംറഅത്തി ആഖിറ എന്ന് പറയുന്നിടത്ത് ഏറെക്കുറെ ഭാര്യയായിരുന്നിട്ട് കൂടി ഇംറ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ തഫ്സീറുകൾ പരിശോധിച്ച് നോക്കൂ. അതിൻ്റെ അർത്ഥം അഥവാ യഹ്യ നബി ഉണ്ടായതിന് ശേഷം വിശുദ്ധ ഖുർആൻ സൂറത്തു അംബിയായിൽ ഇതേ സംഭവം വിശദീകരിക്കുന്നിടത്ത് ഇംറ എന്ന ആശയത്തിൽ നിന്ന് മാറിയിട്ട് സൗജ് എന്നുള്ള ആശയത്തിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജ. അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ എന്താണ്? ഉസ്കുൻ അൻത വംറഅതുക, ഉസ്കുൻ അൻത വസൗജുകയാണ്. അപ്പോൾ ഇംറഅത്തും ഫിർഔനിൻ്റെ ഭാര്യ എന്ന് നമ്മൾ പറയാറുണ്ട്. ഫിർഔനിൻ്റെ ഭാര്യ എന്ന് മലയാളത്തിൽ ഇംറഅത്തിന് അർത്ഥം കൊടുത്താൽ ഫിർഔൻ്റെ ഭാര്യയാണ്. ഭാര്യ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണെങ്കിൽ ഒരുമിച്ച് കടന്നുറങ്ങിയൊക്കെ ജീവിച്ചു പോകുന്നൊരു കൺസെപ്റ്റാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ അവിടെ സൗജിന് പകരം ഇംറഅത്താണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഭാഷാപരമായ അതിനകത്ത് കിടക്കുന്ന ആശയതലത്തെ കണ്ടംപററിയായി ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നിടത്ത് ശ്രദ്ധിക്കാൻ കഴിയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാനും പറയുന്നു, അല്ലാഹു അലം. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് ഇബ്നുൽ ജൗസി ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയൊരു കാര്യമാണ്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ വുജൂഹുൻ നളായിറിൽ ദീർഘമായൊരു പഠനം ഇബ്നുൽ ജൗസിയുടെ നുസ്ഹത്തുൽ അയ്നുൻ നളായിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ആശയങ്ങളിലുള്ള ആത്മാവിനെ വിസ്മരിക്കരുത്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഉറക്കാണോ ഉണർവാണോ ഖുർആൻ ഊന്നൽ നൽകിയത്? അസ്ഹാബുൽ കഹ്ഫിനെ വിശദീകരിക്കുന്നിടത്ത് ഉറക്കത്തെക്കുറിച്ചാണോ ഉണർവിനെക്കുറിച്ചാണോ ഖുർആൻ്റെ ഊന്നൽ? ആത്മാവേദ നമ്മൾ എത്ര കാലം ഉറങ്ങി, എവിടെ ഉറങ്ങി, എന്തൊക്കെ ഉറങ്ങി എന്നുള്ളതിനാണ് നമ്മൾ. ഉണർവിനെയാണ് ഖുർആൻ അവിടെ ഊന്നൽ കൊടുക്കുന്നത് അല്ലേ? ഉണർവാണ് അവിടെ പ്രധാനം, ഉറക്കമല്ല. ഉറക്കം എന്ന് പറയുന്നത് അതിൻ്റെ കഥയിൽ സൂചിപ്പിക്കുന്ന ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. വലൈസ ദക്കറു കൽ ഉൻസ, എന്താ അതിൻ്റെ അർത്ഥം? വലൈസ ദക്കറു കൽ ഉൻസ, ആണ് പെണ്ണിനെ പോലെയല്ല എന്നാണ്. ഫെമിനിസ്റ്റിക് റീഡിങ്ങിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആണും പെണ്ണും രണ്ടെണ്ണാന്ന് ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ആശയമാണ്. ഇത് പടച്ചോൻ പറഞ്ഞതും കൂടിയല്ല, ഇത് പറഞ്ഞത് വേറെ ആരാണ്, നമുക്കറിയാം ആരാന്നുള്ളത്. പക്ഷെ അവിടെ ഉപയോഗിച്ചത് എന്താണ്? വലൈസ ദക്കറു, പെണ്ണാണിനെ പോലെയല്ല എന്നല്ല, ആണ് പെണ്ണിനെ പോലെയല്ല എന്നാണ്. എൻ്റെ പോലെയാണ് മമ്മൂട്ടി എന്ന് പറയണതും മമ്മൂട്ടിനെ പോലെയാണ് ഞാൻ എന്ന് പറയണത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പോൾ ആ പ്രയോഗത്തിൽ കിടക്കുന്ന ആശയങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടരുത്. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ.
അവിടെ ഉപയോഗിച്ചിട്ടുള്ള അതിലുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ഭാഗം നമ്മൾ സ്ഥിരം കൊടുക്കുന്ന അർത്ഥമാണോ വേറെ അർത്ഥമാണോ കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ച് നോക്കുക തഫ്സീറിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ എന്ന് പറയുന്നിടത്ത് ഖവ്വാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അധികാരബന്ധിതമാണോ പരിശോധനാ വിധേയമാക്കേണ്ട ഒരു ഭാഗമാണ്. നാഖിസാത്തുൽ അഖ്ല് അനാട്ടമിയിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളതാണ്. ഖവായിബ അത്രാബ മനസ്സിലാകണമെങ്കിൽ സെക്സ്വൽ ലാംഗ്വേജിനെ കുറിച്ച് മനസ്സിലാകണം, ലൈംഗിക ശാസ്ത്രത്തെ മനസ്സിലാക്കണം, സൈക്കോളജിയെ മനസ്സിലാക്കണം, ജെൻഡർ സ്റ്റഡീസ് മനസ്സിലാവണം. എങ്കിലേ നമുക്ക് ഖവായിബ അത്രാബ വിശദീകരിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇനി ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയ ഭാഗമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് ഫിസിക്കൽ വേൾഡിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നതാണ്. ഖുർആൻ എന്ന് പറയുന്നതോ ബിയോണ്ട് ദ ഫിസിക്കൽ പെർസെപ്ഷൻ, മെറ്റാഫിസിക്കലാണ്. ഈ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി നമ്മൾ വിശദീകരിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഫേക്കുകളാണ്. ധാരാളം ഫേക്കുകളുണ്ട്. ഇദ്ദയുമായി ബന്ധപ്പെടുത്തി വിഷയം പറയുന്നിടത്ത് അതിൻ്റെ 4 മാസം 10 ദിവസം എന്ന് പറയുന്ന ആ ഭാഗത്തെ അങ്ങനെ കണ്ടെത്തി ഇങ്ങനെ കണ്ടെത്തി എന്ന് പറഞ്ഞ് ഭയങ്കര ന്യൂസ് വന്നിരുന്നു. പക്ക ഫേക്കായിരുന്നു. കുറേ ആൾക്കത് പിറ്റത്തെ ആഴ്ച തന്നെ കിട്ടിയ ചാൻസിൽ അടിച്ചു മിന്നി. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ സാധനമില്ല എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഈ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ സ്ഥാപിക്കുകയാണ്. അങ്ങനെ സ്ഥാപിക്കേണ്ട. ഇഷ്ടം പോലെ തിരുത്തിയിട്ടുണ്ട്, വികസിപ്പിച്ചിട്ടുണ്ട്, പിൻവലിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സൗരയൂഥമാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നൊരു അഭിപ്രായം പറഞ്ഞു, ടോളമി ഭൂമിയാണെന്ന് അഭിപ്രായം പറഞ്ഞു, കോപ്പർനിക്കസ് സൂര്യനാണെന്ന് അഭിപ്രായം പറഞ്ഞു. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ റിയാലിറ്റിയിലേക്ക് നമുക്ക് പോകാൻ കഴിയേണ്ടതുണ്ട് എന്നതാണ്. ആ റിയാലിറ്റിയിൽ ഇരുന്നു കൊണ്ടായിരിക്കണം കണ്ടംപററി ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. വിജ്ഞാന ശാഖകളിലുള്ള അറിവും വിൽപ്പത്തിയും അടിസ്ഥാനപരമായി നമ്മൾ നേടേണ്ടതുണ്ട്. സർക്കശിയാണ് യഥാർത്ഥത്തിൽ ഇൽമുൽ ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ ഒരു ടെസ്റ്റ് നൽകിയിട്ട് കടന്നു പോയിട്ടുള്ള മഹാപണ്ഡിതൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സർക്കശിയുടെ പുസ്തകങ്ങളെ ഈ വിഷയത്തിലുള്ള ഉസൂലുൽ ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇൽമുൽ ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹം ഇമാം സുയൂത്തി അദ്ദേഹത്തിൻ്റെ ഇത്ഖാനിൽ 15 വിജ്ഞാന ശാഖകളിൽ അറിവുണ്ടായിരിക്കെ മാത്രമേ നിങ്ങൾ തഫ്സീർ ചെയ്യാവൂ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ അബുൽ ഹയ്യാൻ അൽ ഉന്ദുലൂസിയുടെ ബഹ്റുൽ മുഹീത്തിൽ ഈ 15 എണ്ണത്തെ ഒന്നുകൂടി വിശകലനം ചെയ്തിട്ട് 12 എണ്ണം എന്ന് പറഞ്ഞു. മിനിമം 7 എണ്ണം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ആ തഫ്സീർ ചെയ്യുന്നതിൻ്റെ ടൂൾസിനെ കുറിച്ചാണ് ആ രേഖപ്പെടുത്തിയത്. സംക്ഷിപ്തമായി പറഞ്ഞാൽ ഒരു ആയത്തോ ഒരു വചനമോ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഏതെങ്കിലും കാലത്തും ഏതെങ്കിലും സമൂഹത്തിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലും എന്തെങ്കിലും ഒരു ഇത് വരുന്നതോടുകൂടി ഉടനെ ആ ആയത്തിനെ അങ്ങോട്ട് കണക്ട് ചെയ്യുന്നതിനപ്പുറത്ത് വിശുദ്ധ ഖുർആൻ എങ്ങനെ ഖുർആനിൻ്റെ വ്യാഖ്യാനം, സുന്നത്തിൻ്റെ വ്യാഖ്യാനം, സലഫുസ് സ്വാലിഹീങ്ങൾ ഈ പദം എവിടുന്ന വന്ന് ണ്ടതുണ്ട് പണ്ഡിതന്മാർ. ഖുർആനിൽ സലഫ് എന്ന് ഉപയോഗിച്ചത് ഏതർത്ഥത്തിലാണെന്ന് ഉപയോഗിക്കേണ്ടതുണ്ട്. സലഫ് സ്വാലിഹ് ഉപയോഗിച്ചത് കൊണ്ട് ആ പദം ഞാൻ ഉപയോഗിച്ചു മാത്രം. തഫാസീറുകളെ സംബന്ധിച്ച് ഈ ഘട്ടങ്ങൾ ഇതിൽ പിന്തുടരാൻ കഴിയണം. ഖുർആന്, സുന്നത്ത്, സലഫ് സ്വാലിഹീൻ, തഫാസീർ, ഇർഷാദാത്തുൽ ലുഗവിയ ഭാഷാപരമായ അതിൻ്റെ നിർദ്ദേശങ്ങൾ, റൂഹുൽ മആനി ഗ്രന്ഥമല്ല ഉദ്ദേശിച്ചത്, ആശയങ്ങളുടെ ആത്മാവ് എന്ന നിലയ്ക്ക്, ഹിക്മത്തുൽ ആയ എന്തുകൊണ്ട് ആ ആയത്ത്, അതിൻ്റെ തത്വം, അതിൻ്റെ ഘടന, അതിൻ്റെ ആശയം, മഖാസിദു ശരീഅ, മസാലിഹുൽ മുർസല, അൽ ഉലൂമുൽ വാഖിഅ കണ്ടംപററി നോളജ്, ഫിഖ്ഹുൽ അഖല്ലിയ മൈനോറിറ്റി ജുറിസ്പ്രുഡൻറ്റ്, ഈ ഭാഗങ്ങളോടൊപ്പം തന്നെ ഇസ്ലാഹ് ഇഖ്റാജ് ഈ തലങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകൾ കണ്ടംപററി തഫ്സീറുമായി ബന്ധപ്പെടുത്തിയിട്ട് നിർവഹിക്കുമ്പോൾ പ്രാമാണികമായ തഫ്സീറുകൾ അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ, അതിൻ്റെ ആശയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സമകാലത്ത് ജീവിക്കുന്ന നമുക്ക് ഉണ്ടായിരിക്കേണ്ട ബസീറത്തിലേക്കുള്ളൊരു ഭാഗമാണ് സൂചിപ്പിച്ചത്. ബഹുമാനനായ കാരക്കുന്ന് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പഴയ ചോദ്യങ്ങൾക്ക് പഴയ ഉത്തരങ്ങൾ കൊടുത്താൽ മതി, എന്നാൽ പുതിയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങൾ കൊടുക്കേണ്ടി വരും. ആ പുതിയ ഉത്തരങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്, ഇസ്ലാമിക അധ്യാപനങ്ങളിലുണ്ട്. അവയെ ചുട്ടെടുക്കുകയും അവയെ വിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് മൂർച്ച കൂട്ടുകയും ചെയ്ത് അവതരിപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിലെ പണ്ഡിത ധർമ്മം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.